ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു മന്തിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ലേശം ചിക്കൻ എടുത്തിക്കണേ, പിന്നെ ഒരു മാഗി കട്ട എടുത്തിക്കണേ, പിന്നെ ഒരു സവാളൻ്റെ കണ്ട എടുത്തിക്കണേ, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിക്കണേ, പിന്നെ മല്ലിയില എടുത്തിക്കണേ, പിന്നെ എന്താണ് മന്തിൻ്റെ ഗിറ്റാണ് പീടിയെന്ന് വാങ്ങാൻ കിട്ടുള്ളൂ, ഒരു ഗിറ്റ്. അപ്പോൾ ആ പാക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലത്തെ സാധനങ്ങൾ ഫുള്ളുണ്ട്. ഒരു മന്തി മസാലയും പിന്നെ ഒരു ചെറിയ സൺഫ്ലവറിൻ്റെ ഓയിൽ പാക്കറ്റും പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ മാറ്റി വെച്ചിരിക്കണേ. അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ പാടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അരി കഴുകിങ്ങാണ്ട് അവിടെ വെള്ളത്തിയിട്ട് വെച്ചിരിക്കണേ. അപ്പോൾ അത് കുറച്ച് വേവുള്ള അരിയാണല്ലോ ഈ പാക്കറ്റിൽ ഉണ്ടാവണത്. പിന്നെ വേഗം തീയൊക്കെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉള്ളിയും ക്യാപ്സിക്കും മാഗി കട്ടക്കപ്പറക്കൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതൊക്കെ അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലത്തെ ടൊമാറ്റോ സോസും പിന്നെ മന്തി മസാല പിന്നെ അതേപോലെ ഓയിലൊക്കെ പാട് കയ്യിലിട്ടുങ്ങാണ്ട് മിക്സ് ആക്കുന്നുണ്ട്. അതൊക്കെ ലേശിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മന്തി മസാല ഇട്ട് കൊടുത്ത് പിന്നെ മറ്റേ അതിലുണ്ടായിരുന്ന ടൊമാറ്റോൻ്റെ കെച്ചപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ലേശം ആ പാക്കറ്റ് ഫുൾ കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതേപോലെ സൺഫ്ലവറിൻ്റെ പാക്കറ്റും. അങ്ങനെ അതൊക്കെ പാടൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മൾ നല്ല മിക്സ് ചെയ്യണം. നല്ല മസാല പൊടിക്കാൻ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നല്ല അതുപോലെ നല്ല ഇളക്കിയിട്ട് അതിനെല്ലായിടത്തേക്കും മസാല എത്തുന്ന രൂപത്തിൽ നല്ല കുഴക്കണം. ഇതൊക്കെ കുഴക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വേവിക്കാൻ വെച്ച് ഇനി ലേശം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ലേശം ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ അതിങ്ങനെ വേവുന്നുണ്ട്. അങ്ങനെ ഒരു ഹാഫ് വേവായാലും ഞാൻ അതിന് പിന്നെ ചിക്കൻ ഇങ്ങോട്ട് വേറെ വെക്കലുണ്ട്. പിന്നെ ഞാൻ അരി വെന്തിക്കണോ നോക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പോയി നോക്കിയതാണ്. ഞാൻ അരി വേവണുള്ളൂ. ഞാൻ ആ ചിക്കൻ ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ചിക്കനൊക്കെ എടുത്തിട്ട് എൻ്റെ മക്കൾക്ക് ഈ ഇത് ഇഷ്ടമല്ല, ഇതിലിടണ ഇറച്ചി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ആ ഇറച്ചിയൊക്കെ ഒന്ന് വേവായതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ ലേശം ഉപ്പ് ഇട്ടുങ്ങാണ്ട് നല്ലപോലെ മസാല തേച്ചിങ്ങാണ്ട് പിന്നെ പൊരിച്ചിങ്ങാണ്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കലാണ്. ആകുമ്പോൾ ഒരു തിന്നു. മറ്റേതായിട്ട് ഇറച്ചി തിന്നലില്ല, മന്തിത്തെ ഇറച്ചി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വേഗം അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിങ്ങനെ. അങ്ങനെ പിന്നെ അത് വേഗം ഓരോന്നീച്ച പൊരിച്ചിട്ട് ഇങ്ങനെ കോരുന്നുണ്ട്. അങ്ങനെ പൊരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ പൊരിച്ചിട്ട് വേഗം വേറെ കോരിങ്ങാണ്ട് അവിടെ പാത്രത്തിലാക്കി വെച്ച് പിന്നെ ചോറ് വെന്തിക്കണോ നോക്കാൻ വേണ്ടിയാണ് പോവുകയാണ്. ഇതിങ്ങനെ ഇതായതിൻ്റെ ശേഷം അങ്ങനെ പിന്നെ ഞാൻ ചോറ് വെന്തിക്കണം. അപ്പോൾ ഞാനത് ഊറ്റട്ടേച്ചിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ വന്ന് നോക്കുന്നു ഞാൻ. അങ്ങനെ പിന്നെ അത് വെന്തിക്കണം. അപ്പോൾ ഞാനത് ഊറ്റാൻ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഊറ്റണ വീഡിയോ നിർത്തി ഒറ്റയ്ക്കല്ല. അപ്പോൾ ഞാൻ പിന്നെ ചോറ് ഇതാക്കി പിന്നെ ഞാൻ ലേശം പൊരിച്ച ഇറച്ചിൻ്റെ ആ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ പൊരിച്ച ഇറച്ചി അതിന്മേൽ ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ അത് അത്ര തന്നെ ഉള്ളൂ. മന്തി ഇങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കൽ ഒരിതാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് മന്തി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ വിളമ്പുകയാണ്. അപ്പോൾ മന്തിയൊക്കെ നല്ല സൂപ്പർ ആയിക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമൊക്കെ ആയിക്കണം. മക്കൾക്കും പിന്നെ ഹസ്ബൻഡൊക്കെ പറഞ്ഞ് സൂപ്പർ ആയിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ അത് കേട്ടാൽ മതിയല്ല. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ തയ്യാറാക്കി അങ്ങനെ എല്ലാവരും ഡബിൾമൊക്കെ എല്ലാവരും പാടൊക്കെ ഇന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ അത്ര തന്നെ ഉള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യും.